ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പയ്യന്നൂർ ബൈപ്പാസ് കണ്ണൂർ ജില്ലയിലാണ് വന്നിരിക്കുന്നത്. നീലേശ്വരം മുതൽ തളിപ്പറമ്പ് വരെയുള്ള റീച്ചിലാണ് പയ്യന്നൂർ ബൈപ്പാസ് ഉള്ളത് കേട്ടോ. അപ്പം ഈ റീച്ചിൽ രണ്ട് ബൈപ്പാസാണ്, ഒന്ന് പയ്യന്നൂർ ബൈപ്പാസും തളിപ്പറമ്പ് ബൈപ്പാസും വന്നിരിക്കുന്നത്. ഏകദേശം ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മൾ പയ്യന്നൂർ ബൈപ്പാസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കണ്ണൂർ ബൈപ്പാസും അതുപോലെ തന്നെ നമ്മുടെ തളിപ്പറമ്പ് ബൈപ്പാസിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്താണ് നമ്മുടെ പയ്യന്നൂർ ബൈപ്പാസിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ. അപ്പോൾ ഇതാണ് പയ്യന്നൂർ ബൈപ്പാസിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ. പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന മാതിരി തന്നെ എൻ്റെ ചാനൽ നിഷാദ് പടിഞ്ഞാറ്റുമുറി സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിഷാദ് പടിഞ്ഞാറ്റുമുറി എന്ന ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഏകദേശം 3.8 കിലോമീറ്റർ വരുന്ന പയ്യന്നൂർ ബൈപ്പാസ് തുടങ്ങുന്നത് കാസർഗോഡ് നിന്ന് വരുന്ന സമയത്ത് വെള്ളൂർ കഴിഞ്ഞിട്ട് കോതായമുക്കുണ്ട്. അവിടുന്ന് തുടങ്ങിയിട്ട് പിന്നീട് എടാട്ടാണ് ഇത് അവസാനിക്കുന്നത്. നമ്മുടെ തളിപ്പറമ്പ് ബൈപ്പാസ് മാതിരിയല്ല ഈ ബൈപ്പാസ്, നല്ലൊരു കിഡിലൻ വൈബുള്ളൊരു ബൈപ്പാസ് തന്നെയാണ് പയ്യന്നൂർ ബൈപ്പാസ്. അപ്പോൾ ഇതാണ് കോതായമുക്ക്. ഇവിടുന്ന് ഇടത് ഭാഗത്തു കൂടിയാണ് പയ്യന്നൂർ ബൈപ്പാസ് കടന്നു പോകുന്നത്. വലത് ഭാഗത്തുള്ളത് പഴയ റോഡ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കയറി ഉടനെ തന്നെ ഫസ്റ്റ് നമുക്കൊരു അണ്ടർപാസ് വരുന്നുണ്ട്. അണ്ടർപാസ് നിർമ്മിച്ചിട്ടുള്ള എല്ലാ വർക്കുകളും പൂർത്തീകരിച്ചിട്ടുണ്ട്. അണ്ടർപാസും റോഡും തമ്മിൽ ജോയിൻ ചെയ്യുന്ന സ്ഥലത്തുള്ള കുറച്ച് വർക്ക് മാത്രം നടക്കാനുള്ളത്. ക്രാഷ് ബാരറിൻ്റെ വർക്കും അതുപോലെ തന്നെ ഡിവൈഡറിൻ്റെ വർക്കും നടന്നിരിക്കുന്നു. പിന്നെ സർവീസ് റോഡിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് സർവീസ് റോഡ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് പയ്യന്നൂർ ബൈപ്പാസിൽ സർവീസ് റോഡ് ഇല്ല. പിന്നെ സർവീസ് റോഡിൻ്റെ പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ അവിടെ ചേർന്നുള്ള കർബിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു. ഇനി കട്ടകൾ പതിക്കുന്ന വർക്കാണ് നടക്കാനുള്ളത്. ആറി പാനൽ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അണ്ടർപാസ്. ഈ അണ്ടർപാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പയ്യന്നൂരിൽ നിന്നും ചെറുപുഴ പോകുന്ന റോഡുണ്ട്. ആ റോഡാണ്, അതിന് കുറുകയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് കേട്ടോ. പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. അണ്ടർപാസും റോഡും ചേരുന്ന സ്ഥലത്തുള്ള വർക്ക് മാത്രമേ നടക്കാനുള്ളൂ. അപ്രോച്ച് റോഡിന്റെ പൂർണ്ണമായിട്ടുള്ള ടാറിങ്ങിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഈ അണ്ടർപാസിനോട് ചേർന്നിട്ട് രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഉണ്ട്. പിന്നെ കണ്ണൂർ ഭാഗത്ത് ദേശീയപാത 66 വികസനങ്ങളെ കുറിച്ച് വാർത്തകൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ വാർത്തകൾ കണ്ടിരിക്കുന്നത് നമ്മൾ തളിപ്പറമ്പ് ബൈപ്പാസും അതുപോലെ തന്നെ കണ്ണൂർ ബൈപ്പാസുമാണ്. പയ്യന്നൂർ ബൈപ്പാസിനെ കുറിച്ച് അങ്ങനെ വാർത്തകൾ കേൾക്കാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സർവീസ് റോഡിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിലും പക്ഷേ കാര്യമായിട്ട് വലിയ ഇഷ്യൂകളൊന്നുമില്ല. പണികളെല്ലാം അവസാന ഘട്ടത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മലപ്പുറം ജില്ലയിലെ കോട്ടകൽ ബൈപ്പാസും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ വാടാനപ്പള്ളി ബൈപ്പാസിൽ കൂടിയും യാത്ര ചെയ്യുന്ന അതേ വൈബ് തന്നെയാണ് പയ്യന്നൂർ ബൈപ്പാസിൽ കൂടിയും യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നത്. രണ്ട് ഭാഗത്തും വയൽ പ്രദേശമാണ്. അതുപോലെ തന്നെ കുറേ തെങ്ങും തോപ്പൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ ഈ പയ്യന്നൂർ ബൈപ്പാസ് കടന്നു പോകുന്നത്. അതുകൂടാതെ ഏറ്റവും കൂടുതൽ കൾവേർട്ടുകൾ വന്നിരിക്കുന്ന ഒരു ബൈപ്പാസും കൂടിയാണ് പയ്യന്നൂർ ബൈപ്പാസ്. ഇവിടെ ഏറ്റവും കൂടുതൽ കൾവേർട്ടുകൾ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും വയൽ പ്രദേശമാണ്. അപ്പോൾ ഇവിടെ വെള്ളം കയറാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് രണ്ട് ഭാഗത്തുമുള്ള വെള്ളം കടന്നു പോകാൻ വേണ്ടിയിട്ട് ഇത്രയും അധികം കൾവേർട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. നോക്കി നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഹൈറ്റിലാണ് മണ്ണിട്ട് ഉയർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ സൈഡൊക്കെ പൂർണ്ണമായിട്ട് ഇങ്ങനെ ചെരിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ തളിപ്പറമ്പ് ബൈപ്പാസിൽ കണ്ട മാതിരി ജിയോ ഗ്രിഡ് വിരിച്ചിട്ടുണ്ടോ എന്നറിയില്ല. കാരണം ഇവിടെ വന്ന സമയത്ത് പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് പണികൾ മാത്രമേ നടക്കാനുള്ളൂ. ചില സ്ഥലത്തൊക്കെ ഇതേമാതിരി ചെരിഞ്ഞ സ്ഥലങ്ങളിൽ സ്റ്റോൺ പാവിങ് നടത്തലുണ്ട്. പിന്നെ അതുപോലെ തന്നെ കയർഭൂ വസ്ത്രമൊക്കെ ഇരിക്കലുണ്ട്. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ ഡിവൈഡർ നോക്കി അത്യാവശ്യം നല്ല വീതിയുണ്ട്. ഇവിടെയൊക്കെ ഒന്ന് ചെടികൾ വെച്ച് പിടിപ്പിക്കും കേട്ടോ. നല്ല അതിമനോഹരമായ ഒരു ബൈപ്പാസ് തന്നെ ആയിരിക്കും. കാരണം രണ്ട് ഭാഗത്തും തെങ്ങും തോപ്പൊക്കെ, അതാ ഞാൻ പറഞ്ഞത്, നമ്മളെ വാടാനപ്പള്ളി ബൈപ്പാസും ഏകദേശം ഇതേമാതിരി തന്നെയാണ്. തെങ്ങും തോപ്പിൻ്റെ ഇടയിൽ കൂടിയാണ് ആ ബൈപ്പാസ് കടന്നു പോകുന്നത്. അതേ ഫീൽ തന്നെയാണ് ഇതിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നത്. പരമാവധി ജനവാസ കേന്ദ്രം ഒഴിവാക്കിയിട്ടാണ് പയ്യന്നൂർ ബൈപ്പാസ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ രണ്ട് അണ്ടർപാസുകളുണ്ട്. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പയ്യന്നൂർ ചെറുപുഴ റോഡ് കഴിഞ്ഞ് നേരെ മുന്നോട്ട് ക്രോസ് ചെയ്ത് വരുന്ന സമയത്ത് ഒന്നുള്ളത് കോറോം റോഡ് കടന്നു പോകുന്ന സ്ഥലത്ത് ഒരു അണ്ടർപാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് പയ്യന്നൂർ മണിയറ റോഡ് ഉണ്ട്, അവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്. അണ്ടർപാസിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്രോച്ച് റോഡിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം പയ്യന്നൂർ ബൈപ്പാസിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇവിടെ ഒന്നും സർവീസ് റോഡില്ല കേട്ടോ. ആകെ ഒരു സർവീസ് റോഡ് വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ കോതായമുക്ക് ഭാഗത്തുനിന്ന് കയറുന്ന സമയത്ത് വരുന്ന ഒരു അടിപ്പാതയിൽ അണ്ടർപാസ്, അതിനോട് ചേർന്നുള്ള ഭാഗത്ത് മാത്രമേ സർവീസ് റോഡുള്ളൂ. പിന്നീട് അടുത്ത സർവീസ് റോഡ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടാട്ട് ഭാഗത്താണ്. അതിന് മുൻപായിട്ട് നമുക്കൊരു 6 വരി പാലമുണ്ട്. പാലത്തിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഏകദേശം ഒരു കൊല്ലം മുൻപാണ് ഈ ഭാഗത്ത് വന്നത്. അന്ന് വരുന്ന സമയത്തൊക്കെ ഇവിടെ പല ഭാഗത്തും അണ്ടർപാസിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പയ്യന്നൂർ മണിയറ റോഡ് കടന്നു പോകുന്ന സ്ഥലത്ത് ഒരു അണ്ടർപാസ് ഉണ്ട്. അതിന്റെ നിർമ്മാണം ഒന്ന് തുടങ്ങിയിട്ടുണ്ടെന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ പല സ്ഥലത്തും ഈ മഴയൊക്കെ വന്നിട്ട് ചളിക്കട്ടൊക്കെ ആയിരുന്നു. എന്തായാലും ഇപ്പം എല്ലാ പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ടാറിങ്ങിന്റെ വർക്ക് വരെ കഴിഞ്ഞിരിക്കുന്നു. ഇനി കുറച്ച് ഭാഗത്ത് മാത്രമേ കാര്യമായിട്ട് വർക്ക് നടക്കാനുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു പാലം പറഞ്ഞില്ലേ, ഈ പാലം പെരുമ്പാപ്പുഴയുണ്ട്, അതിന് കുറുകെ ഒരു പാലം വന്നിട്ടുണ്ട്. ആ പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ കുറച്ച് വർക്ക് നടക്കാനുണ്ട്. അപ്പോൾ ആ പാലമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് പെരുമ്പാപ്പുഴ കേട്ടോ. ഇത് തൊട്ടപ്പുറത്ത് തന്നെ പെരുമ്പാ പാലമുണ്ട്. അതിൽ കൂടെയാണ് നമ്മൾ നേരെ ടൗണിലേക്ക് പോവുക.
പിന്നെ ഈ ബൈപ്പാസിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചാണ്ടല്ലോ ഏറ്റവും വലിയൊരു ഗതാഗതക്കുരുക്കിന് മോക്ഷം തന്നെയായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മളെ പയ്യന്നൂർ ടൗണും അതുപോലെ തന്നെ പെരുമ്പ ഭാഗങ്ങൾ കണ്ടുക്കണോ, രാവിലെ വൈകിട്ടൊക്കെ ആയിക്കൂടെ യാത്ര ചെയ്യാൻ എത്ര ബുദ്ധിമുട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് റോഡ് വീതിയില്ല. കാരണം പണ്ടത്തെ കാലത്ത് അത്ര വാഹനം ഉണ്ട്, അന്നത്തെ വാഹനത്തിനനുസരിച്ചിട്ടുള്ള റോഡാണ് അന്ന് നിർമ്മിച്ചത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം വാഹനങ്ങൾ ഓരോ ദിവസവും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ചുള്ള റോഡ് ഇപ്പം നമ്മുടെ കേരളത്തിലില്ല. അതിനാണ് ഈ ബൈപ്പാസുകളും അതുപോലെ തന്നെ ദേശീയപാത 66 വരുന്നത്. അപ്പൊ അതിനൊക്കെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള തിരക്കുള്ള ടൗണൊക്കെ ഒഴിവാക്കി നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇതാണ് പെരുമ്പ പുഴ. അതിന് കുറുകെയുള്ള പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്രോച്ച് റോഡിന്റെ വർക്കാണ് ഇനി നടക്കാനുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ട് എടാട്ട് വരെയുള്ള വർക്ക് ഇനി കാര്യമായിട്ട് നടക്കാനുണ്ട്. അപ്പൊ എടാട്ട് ഭാഗത്ത് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട്. അണ്ടർപാസിനോടനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡിന്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ പാലം മുതൽ എടാട്ട് അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് വന്ന സ്ഥലം വരെയാണ് ഇനി വർക്കുകൾ കാര്യമായിട്ട് നമ്മളെ പയ്യന്നൂർ ബൈപ്പാസിൽ നടക്കാനുള്ളത്. ഈ പെരുമ്പപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലം ഉണ്ടല്ലോ, ആ പാലത്തിന്റെ നിർമ്മാണമൊക്കെ ഒരു സംഭവം തന്നെയാണ്. കാരണം അവിടെയൊക്കെ നല്ല ചളിക്കട്ടുള്ള പ്രദേശമായിരുന്നു. അവിടെയൊക്കെ പൈലിംഗ് ചെയ്തിട്ടാണ് പിന്നീട് പാലം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ കണ്ട നിങ്ങൾ ഇവിടം വരെയാണ് ഇനി കാര്യമായിട്ട് വർക്ക് നടക്കാനുള്ളത്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എടാട്ട് അണ്ടർപാസ് വന്നിരിക്കുന്നത്. അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ടാറിംഗ് വർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഈ ഭാഗത്തും സർവീസ് റോഡ് ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ നമ്മളെ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ബൈപ്പാസിന്റെ അവസ്ഥ ഇതേമാതിരിയാണ്. കോട്ടക്കൽ ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലത്തും സർവീസ് റോഡ് ഉണ്ട്, പിന്നീട് അവസാനിക്കുന്ന സ്ഥലത്തും സർവീസ് റോഡ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ സർവീസ് റോഡ് ഇല്ല. ഇതേമാതിരി മണ്ണിട്ട് ഉയർത്തിപ്പോയ പ്രദേശമാണ്. എന്തായാലും 3.8 കിലോമീറ്റർ വരുന്ന ഈ ബൈപ്പാസിന്റെ ഇടയിൽ 2 അണ്ടർപാസ് ഉണ്ട്. പക്ഷേ ഈ 2 അണ്ടർപാസും കണക്ട് ചെയ്യുന്ന ഒരു സർവീസ് റോഡ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായി തന്നെ. കാരണം ആ ഭാഗത്തുള്ള ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാൻ വേണ്ടിയിട്ട് ആ സർവീസ് റോഡ് ഉപയോഗിക്കാമായിരുന്നു. പക്ഷെ അവിടെ ഒന്നുമില്ല. ഈ 2 അണ്ടർപാസും തുടങ്ങുന്ന സ്ഥലത്തും അവസാനിക്കുന്ന സ്ഥലത്തും വന്ന അണ്ടർപാസിനോട് ചേർന്നിട്ട് മാത്രമേ സർവീസ് റോഡ് ഉള്ളൂ. ഇതാണ് എടാട്ട് അണ്ടർപാസ് കേട്ടോ. എടാട്ട് അണ്ടർപാസിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇവിടുന്ന് പിന്നീട് നമ്മൾ നേരാൻ പോകുന്ന ടൗണിൽക്കാട്ടോ. നേരെ പെരുമ്പ ടൗണാണ്. പെരുമ്പ ടൗണൊക്കെ നല്ല തിരക്കാണ്. അപ്പൊ അതിനൊക്കെ ഒരു ബദലായിട്ടാണ് നമുക്ക് ഈ ബൈപ്പാസ് വന്നിരിക്കുന്നത്. ഈ ബൈപ്പാസിന്റെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഗമമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ. നീലേശ്വരം മുതൽ തളിപ്പറമ്പ് വരെയുള്ള റീച്ചിലാണ് ഈ ബൈപ്പാസ് വന്നിരിക്കുന്നത്. 3 ബൈപ്പാസുകളാണ് ഉള്ളത്. ഒന്ന് കണ്ണൂർ ബൈപ്പാസ്, തളിപ്പറമ്പ് ബൈപ്പാസ്, പിന്നീട് പയ്യന്നൂർ ബൈപ്പാസ്. അതിൽ മിക്കവാറും ആദ്യം പണി പൂർത്തിയാകുന്നത് നമ്മളെ പയ്യന്നൂർ ബൈപ്പാസ് തന്നെയായിരുന്നു. കാരണം വേഷം അവസാന ഘട്ടത്തിലാണ്. കുറച്ച് പണികൾ മാത്രമേ, ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടില്ല, പാലത്തോട് ചേർന്നുള്ള പണികൾ മാത്രമേ നടക്കാനുള്ളൂ. കണ്ണൂർ ബൈപ്പാസിന്റെ അവസ്ഥ വലിയൊരു അവസ്ഥ തന്നെയാണ്. അതുപോലെ തന്നെ തളിപ്പറമ്പ് ബൈപ്പാസിന്റെ അവസ്ഥ വലിയൊരു അവസ്ഥ തന്നെയാണ്. അത് കുറച്ച് ടൈം പിടിക്കും. കാരണം അങ്ങനത്തെ പ്രദേശങ്ങളാണത്. അപ്പൊ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ നിഷാദ് പടിഞ്ഞാറ്റുമുറി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിഷാദ് പടിഞ്ഞാറ്റുമുറി എന്ന ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.